അസ്സലാമലൈക്കും. അപ്പോ കൃത്യസമയത്ത് 6 മണി ഞങ്ങൾ എന്തായി മറ്റേ നൈസ് റോഡിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് സുബീസ്കരിച്ച് നമ്മുടെ യാത്ര എന്താക്കുന്ന ഔദ്യോഗികമായി തുടങ്ങുന്ന എങ്ങോട്ടേക്കാന്നുള്ള സസ്പെൻസ് ആയിട്ടുണ്ടല്ല. പല സ്ഥലങ്ങളുണ്ട്. നമ്മളെ ഈ യാത്രേന്റെ ഹൈലൈറ്റ് ഇതാ സിറാജാദിക്ക് വന്നേരാണ് യാത്ര ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് എന്താക്കൂ താരുസ്ഥാൻ ഇരുന്ന് വരും. എന്താ പറയണ്ട ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി. ശിവലിംഗ ഇഡ്ലി മൈസൂർ റോഡിലെ സ്പെഷ്യൽ. കിട്ടിയാ ടോക്കൺ കിട്ടിയാ? ടോക്കൺ കൊടുക്കുന്നുണ്ടോ? ഇല്ലേ വെറുതെ ടീമേനാക്കുന്നെങ്കിൽ നോക്കി. സൂപ്പർ ചായ ഈ ശിവലിംഗ ഇഡ്ലിന്റെ ഇപ്പുറത്ത് ജാഗ്രി ടീ. എങ്ങനെയുണ്ട് ചായ? സൂപ്പറല്ല? ഇതാ ജാഗ്രി ടീ. ജാഗ്രി ടീ അതെ വെള്ളം വയ്ക്കൂല. അപ്പൊ അരമണിക്കൂറിന്റെ മേലല്ലേ നമ്മള് വെയിറ്റ് ചെയ്ത് 7:40 എത്തിയാലാ? അരമണിക്കൂർ സിറാജ് പറഞ്ഞ ഇവിടുന്ന് പാലോണ്ട് ഉണ്ടാക്കുന്ന ചെയ്യാലോ. ഇങ്ങനെ മാവുകൊണ്ടല്ലാന്ന് പറഞ്ഞത്. അങ്ങനെ ഫൈനലി അയ്യ ഇഡ്ലി കിട്ടി. എങ്ങനെയുണ്ട്? കഴിച്ചാ? കഴിച്ചിട്ടില്ല. കഴിക്കുന്ന കഴിച്ചാ? കഴിച്ചില്ല. സൂപ്പർല്ല ഹെൽത്തി സാധനം. പൈസ എന്റെ അഭിപ്രായത്തിൽ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കന്നഡ ഇല്ല. ഇതിന്റെ പ്രശ്നം എന്താ ചെയ്യാ? ഡ്രൈ ആയിപ്പോ. അങ്ങനെ നമ്മുടെ യാത്ര ഇതാ വഴിക്കടവ് എത്തിയ. വഴിക്കടവെന്ന് അറേബ്യൻ മധ്യേക്കുന്ന എന്നാല് അവിടെ തുടങ്ങിട്ടോ നല്ല മജ്ലിസ് ആയിക്കോട്ടെ. പിസ്ത കഴിച്ച് ഇനി എന്താ നമുക്ക് മന്തിയാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് വരും അങ്ങോട്ട് വരും. പിന്നെ നമ്മളെ ഇപ്പൊ ഓർഡർ ചെയ്ത ചിക്കൻ പൊതപ്പിച്ച ഒന്ന്, ചിക്കൻ പൊതപ്പിച്ചതാ, പിന്നെ ബീഫ് പൊതപ്പിച്ച ഒന്ന്, അതായത് പോത്ത്. ചിക്കൻ പൊതപ്പിച്ചാണ് പല പൊതപ്പിച്ച പല ചിക്കനും കേട്ടിട്ട്. അതുകൊണ്ടല്ലേ സ്പെഷ്യൽ സാധനം കേട്ടോ. അപ്പൊ അറേബ്യൻ മജ്ലിസിലെ നല്ല ഫുഡ്. നാലി റൈസ് ഉണ്ടോ? പൊതപ്പിച്ച് തരാത്ത? ഒന്ന് പൊതപ്പിച്ച് തരാത്ത? ഇത് കത്തിക്കല. ഇതാ പൊതപ്പിക്കലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നടുവിൽ വെച്ചോട്ടാ. അല്ല എവിടെ വെച്ചു? നേരത്തെ വെച്ചു. എന്നാ ബീഫില്ല? മൂന്നാക്കുള്ള ബീഫ് ഇതെന്താ? ബീഫും ചിക്കനും പൊതപ്പിക്കലേടാ. ചിക്കൻ പഞ്ഞി വെച്ചാൽ മതിയാക്കും. പൊതപ്പിക്കേണ്ടില്ല. ഇതാ പൊതപ്പിച്ചേ. ഇനിയിപ്പോ എപ്പോ ഒരു അൽഫാമും മറ്റേ ഷവായി മാത്രം ഇതിന്റെ അടുത്തൊരു പൊതപ്പിച്ചുണ്ടല്ലോ. റംഷിക്കാന്റെ ടേസ്റ്റ് ഇതെല്ലാം കൊണ്ടുവരണതാ. മാറ്റിയെടുക്കുമ്പോ വീല് പിന്നെ ഓക്കെ. പൊതപ്പിനെ തിന്നാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. കമ്പിളിപ്പൊതപ്പ് പൊതപ്പിച്ച് തിന്നാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാര്. റംഷിക്കാരോട് പറയാന്നല്ലേ പഠിക്കട്ടെ. ഇങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങൾ വേണം. ഇതാണ് ചിക്കൻ പൊതപ്പിച്ചത്. പുതിയ നല്ല
ആകാശച്ചോട്ടിലെ അറിവിൻ തട്ടകമാണ് സമസ്ത ശംസുലോലമവിച്ച സമസ്ത ശകലം നബിയുടെ ഓട്ടം കൊണ്ട് നമ്മൾ ലൊക്കേഷൻ എത്തിട്ടാ. ഇപ്പൊ ഇങ്ങനെ കയറ്റം കേറി പോണം. ഓഫ് റോഡ് ആണ്, ഓഫ് റോഡ്. അപ്പൊ വണ്ടി വരും. സാധാ ചെല്ലോ അവര് വണ്ടി അയക്കും. ഈ കാറ്റല്ലേ, ഈ കാറ്റ് ഇങ്ങനെ കേറി പേറി പോണം. മേലെയാണ് അതിന്റെ റിസോർട്ടിന്റെ ലൊക്കേഷൻ നടന്നത്. അപ്പൊ ജീപ്പ് ഓഫ് റോഡ് കഴിഞ്ഞിട്ട് അതെ അതെ ചിലല്ല ഓഫ് റോഡ്. ഈ റിസോർട്ട് ഓഫ് റോഡ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, എല്ലാം ഉള്ള റിസോർട്ട് അല്ല. അതെ അതെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ പരിപാടി കാര്യങ്ങളുണ്ട്, ചായ കാര്യങ്ങൾ റെഡിയാണ്. ശ്രമിക്കാം, ചായ ഉണ്ട് കേട്ടോ അടുത്ത്. ശ്രമിക്കാം ഓഫ് റോഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? വേണ്ട നമ്മുടെ റിസോർട്ടിലേക്ക് പോകാൻ ഓഫ് റോഡ് പോകണം. സലീംക്കാ സെറ്റ് ആയിരുന്നോ? 2 കിലോമീറ്റർ, ഒരു 1.5 കിലോമീറ്റർ റെഡിയല്ല? കാലടിയല്ല, ആകെ ഒരു ഗിയറിലുണ്ടോ? പിന്നെ ഇത് നായനം പോയില്ല, ഇതിന്റെ പേരില്ല. ഇന്നലെ മഴ ആയിരുന്നില്ല? ഇന്ന് മഴ ഇല്ല? അറിയില്ല. അല്ല ഇന്നലെ ഈ സമയത്തൊക്കെ മഴ ആയിരുന്നില്ല? അറിയില്ല, ഞാൻ നിന്നോടല്ലായിരുന്നു. ആ അങ്ങനെ, അത് ശരിയാ. വണ്ടൂരാ? ഇവിടെ പ്രശ്നമില്ല, മേലെ വിഷയം അല്ല. ഇവിടെ എല്ലാ വിഷയം അറിയാം, ബേക്കാണ് വിഷയം. ഓക്കെ ഞാൻ ഈ ഓഫ് റോഡ് കയറേണ്ടത് ക്യാമറ എത്ര മനസ്സിലാവുന്ന അറിയാം. വണ്ടി നോക്കല്ല. ഓഫ് റോഡ് ട്രക്കിങ്, ക്യാമ്പ് ഫയർ, പിന്നെ ഗ്രില്ല്, അതെല്ലാം നല്ലൊരു രസമാട്ടോ. അതെല്ലാം ലൈഫ് ടൈമിൽ അടുക്കളക്കല്ല ഒരിതാണ്. ആഷിക്ക് എന്താണെന്ന് ആഷിക്ക് ഒരു പഠിക്കുന്ന കേട്ടോ, ഒരു സൈഡായി ചെയ്യുന്ന. കണ്ടോ മോനെ, കണ്ടോ? പിടിച്ചോളാ, പിടിച്ചിരുന്നോളാ. ഓഫ് റോഡ് റോഡല്ല, ഓഫ് റോഡ് അല്ല. പിടിച്ചോളാം, അങ്ങോട്ടല്ല, ഇടത്തോട്ടേക്കല്ല. ഇത് കേട്ടാ പോയി എന്റെ പൊന്നെ. കാണുന്നുണ്ട് ചെലിക്ക് എന്റെ ഫോണ് പോവും. നിങ്ങൾ വിചാരിക്കുന്ന സാധനമല്ല ഇത്. പോയിക്കില്ല. ആശിക്കേ ഈ റോഡ് കാറ്റ് ഏതൊന്നും കാറ്റുണ്ടായ പോയി പിന്നെ നിങ്ങള് വീഡിയോയിലൊക്കെ മനസ്സിലാവുന്നില്ല അറിഞ്ഞൂടാ. രസം പോയില്ലേ? ട്രക്കിംഗ് അങ്ങോട്ടൊക്കെ സ്ഥലത്ത് ഭാഗത്താ? ഈ റൈറ്റില്ലേ ഓപ്പോസിറ്റ്? രാവിലെ പോവാ സൺറൈസ് അവിടുത്തെ? ബൈക്കേഴ്സ് നമ്മളെ അന്ന് വന്ന ഓർമ്മയുണ്ട്. നമ്മള് ബൈക്ക് കൊണ്ട് ഈ മല അന്ന് കയറിയതോ നമ്മള് പറഞ്ഞു ഓപ്പോസിറ്റ് മല കയറണം. അപ്പൊ നമ്മളിതാക്കി ബാംഗ്ലൂർ ടീമായിട്ട് വന്ന് ഈ മല എന്താ രാവിലെ കയറുണ്ടോ? വണ്ടി പോകുന്നതല്ല സലീംക്ക, വണ്ടി പോകുന്നതല്ല.
ഇത് അതെന്തോ ജീവി എന്തോ ജീവി എന്ത് ജീവിയാണ് ഇതിപ്പോ അതാ ഇപ്പൊ ഫുഡിന്റെ എന്തായി തീരുമാനമായില്ല. സിറാജ് പോയോ? ഓടെന്താ അവസ്ഥ അറിയില്ല. കാണില്ലല്ലോ. ഓക്കെ ഓക്കെ. രാവിലെ നല്ല രസമില്ല. എത്ര മണിക്കാ സൺറൈസ്? ഇപ്പൊ 6:30 ആവും അല്ലേ? ഒന്നുമില്ല, നീ തന്നെ ഉണ്ടാവും ഇവിടെ? അല്ലല്ല, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരും. നാളെ രാവിലെ 6 മണിയാകുമ്പോൾ അപ്പൊ നിങ്ങളുണ്ടാവില്ല? അതല്ല പറയാ ചോദിക്കാം. മറ്റേ ചുള്ളിയും ഇതൊക്കെ മേടിക്കാൻ നല്ല ഏലക്കായി കേട്ടോ. ഏലക്കായി തോട്ടം കഴിഞ്ഞ് ലൊക്കേഷൻ ട്രക്കിങ്ങിനൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ടാണ്ടോ ഒരു റൂട്ട് വഴി വരിക. ആ ഈ റൂട്ട് ഇങ്ങനെ എല്ലാരും വരും. നമ്മളെല്ലാം വരണമെങ്കിൽ വരാം. അത് ശരി, മേലോട്ടേക്കാ. അത് നടന്നു പോകണം. എത്ര കിലോമീറ്റർ? കുറഞ്ഞല്ലോ 1 കിലോമീറ്റർ. വരാ രസം ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോ ഇതിന് ഇപ്പുറത്ത് മാത്രം കാണുള്ളൂ പറഞ്ഞു. ഇതിന് അപ്പുറമാടുണ്ട്. ഇല്ല ഇതാണ് നമ്മളെ റിസോർട്ട്. ഇതാ കണ്ടോളി. ഇതാ വ്യൂ മോനെ വ്യൂ. കൊറേ ആയി നമ്മളിങ്ങനെ വരണം എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി വരാൻ വേണ്ടിട്ട് ഇതാണ് റിസോർട്ട് ട്ടാ. നേരെങ്ങ് പോരല്ലേ അത്യാ. ഓക്കെ സലീം കണക്കീച്ച എന്നാ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ തന്നെ? നോട്ടെ എല്ലാരും ഉണ്ടല്ലോ. ഓ സമാധാനം. ഏതാ വ്യൂമനെ കണ്ട. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ പൂള്. ഇൻഫിനിറ്റി പൂള്, ശരിയായ ഇൻഫിനിറ്റി പൂള്. ആ എന്തും ചെയ്യാം. ശരിയായ ഇൻഫിനിറ്റി പൂള് കേട്ടാ. എന്താ രസം. കൂളോക്സ് പിടിക്കണോ? ഇഷ്ടാക്കല്ല എൻജോയ് ചെയ്യുന്ന ടെറസിൽ. ഇതാണ് വ്യൂ ട്ടാ നമ്മളെ റിസോർട്ടിന്റെ. നല്ലൊരു മയക്കുള്ള സാധ്യത കാണുന്നുണ്ട്. സൂപ്പർ സ്ഥലം, വേറൊന്നും പറയാനില്ല.
കോടിയാക്കി നല്ല മഞ്ഞിട്ടിട്ട് നിർത്തിയാലും പക്ഷെ വെറുതെ തുടങ്ങിയിട്ട്